Hi friends, എല്ലാവർക്കും നമസ്കാരം. unnistechvlogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വാട്ടർ ലെവൽ കൺട്രോളിന്റെ എങ്ങനെ ചെയ്യാം, കൺട്രോൾ അല്ല വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിന്റെ വീഡിയോ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ചെയ്ത് കാണാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മുടെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഓവർഹെഡ് ടാങ്കില് അല്ലെങ്കിൽ ബോട്ടം ടാങ്കിലെ വാട്ടർ ലെവലിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് LED മുഖാന്തരം അറിയാവുന്ന രീതിയിൽ, അതായത് എംടി, ലോ, മീഡിയം ലെവൽ, ഹൈ ലെവൽ, ഫില്ല്, ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്യാവുന്ന ഒരു ഇൻഡിക്കേറ്റർ നമ്മളിന്ന് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ളത്. അപ്പൊ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ മച്ചാമാരെ, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ആണ്. ഇത് ഏകദേശം ഒരു 75 രൂപ വരെ ഉള്ളൂ. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ PVC ബോക്സ് എടുത്താലും മതി. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു സ്വിച്ച് വേണം, നമ്മുടെ പവർ ഓൺ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മെയിൻ പവർ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് BC 547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും എമിറ്റർ, ബേസ്, കളക്ടർ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പുറകെ പറഞ്ഞുതരാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് LEDs ആണ്. നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കുന്നതിന് LED അത്യാവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ബസർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബീപ്പ് സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ബാറ്ററി, അതേപോലെ തന്നെ അത് കണക്ട് ചെയ്യാനായിട്ടുള്ള ലീഡ് വയർ. 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 220 ഓംസിൻ്റെ റെസിസ്റ്റർ, അതേപോലെ തന്നെ ഒരു 1K റെസിസ്റ്റർ. ഇത്രയും റെസിസ്റ്ററിൻ്റെ ആവശ്യമില്ല, അത് മേടിച്ച കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്വിച്ച് സെറ്റിംഗ് ആണ് വരുന്നത്. ജസ്റ്റ് ഒന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവുന്ന ടൈപ്പ് സ്വിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പോൾ കാണിക്കണില്ല, കാരണം നമ്മൾ ഈ സ്വിച്ച് ബോർഡിലേക്ക് സെറ്റ് ചെയ്യുന്നത് വേറെ രീതിക്കാണ്. നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാലേ ഇതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പുറകെ ബോക്സിൻ്റെ കാര്യം പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ BC 547 എന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ എമിറ്റർ, ബേസ്, കളക്ടറിൻ്റെ കാര്യം ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അപ്പോൾ ഇനി പറയുമ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് LED ആണ്. LEDയുടെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ലെങ്ത് ഉള്ള കാല് വരുന്നത് പോസിറ്റീവ്, മറ്റത് നെഗറ്റീവ്. ഓക്കെ. അപ്പോൾ നമ്മുടെ BC 547 ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗുകൾ ഇങ്ങനെ തിരിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നമ്മളിപ്പോൾ കൃത്യമായിട്ട് 3 ട്രാൻസിസ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ 3 ലൈറ്റുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ നമ്മുടെ കളക്ടർ സെക്ഷനിലേക്ക് നമ്മളൊരു 220 ഓംസിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യുക. 3 കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എമിറ്റർ സൈഡിലേക്ക് നമ്മൾ 3 എമിറ്റർ സൈഡും ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തായിട്ട് കളക്ടർ സൈഡിൽ 3 റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എമിറ്റർ സൈഡ് ഷോർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി കളക്ടർ സൈഡിലെ നമ്മുടെ റെസിസ്റ്ററിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്യുക. LED ലാമ്പിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക, പോസിറ്റീവ് ഫ്രീ ആക്കി നിർത്തുക. 3 കണക്ട് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക. 3 നെഗറ്റീവ് റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക, പോസിറ്റീവ് ഫ്രീ ആക്കി നിർത്തുക. ഇനി നമുക്ക് പോസിറ്റീവ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. റെസിസ്റ്ററിൻ്റെ പോസിറ്റീവ് സൈഡ്, LED ലാമ്പിൻ്റെ പോസിറ്റീവ് സൈഡ് എല്ലാം കൂടി ഒന്ന് ഷോർട്ട് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക. അടുത്തായിട്ട് നമുക്ക് ബേസിൽ നിന്ന്, എല്ലാത്തിൻ്റെയും സെൻറ്ററിൽ നിന്ന് നമുക്ക് ടാങ്കിലേക്ക് പോകാനുള്ള ലൈൻ എടുക്കണം. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് അടുക്കത്തെ ലെഗിൽ നിന്ന് വേണം എടുക്കാൻ. അങ്ങനെ 3 കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടെന്ന് വെച്ചാൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ എമിറ്റർ സൈഡ് ഷോർട്ട് ചെയ്തിട്ടുള്ള വശത്തേക്ക് കൊടുക്കുക. 3 ട്രാൻസിസ്റ്ററിൻ്റെയും എമിറ്റർ സൈഡ് ഷോർട്ട് ചെയ്തിട്ടുള്ള വശത്തേക്ക് നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. LED ലാമ്പിൻ്റെ പോസിറ്റീവുകളെല്ലാം ഷോർട്ട് ചെയ്തെടുത്തത് നമ്മൾ പോസിറ്റീവ് കൊടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. ഇതേ പോയിന്റിലേക്ക് തന്നെ നമുക്ക് ടാങ്കിൻ്റെ ബോട്ടത്തിലേക്ക് പോകാനുള്ള ഫേസ് വയറോട് കണക്ട് ചെയ്യുക. അതായത് പോസിറ്റീവ് കൂടി ഇവിടെ നിന്ന് ലൂപ്പ് ചെയ്തെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ടാങ്കിലേക്ക് പോകാനുള്ള പോസിറ്റീവ് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈഡ് ഓക്കെ ആയി, പോസിറ്റീവ് സൈഡ് ഓക്കെ ആയി. നമ്മൾ ടാങ്കിലേക്ക് പോകാനുള്ള മറ്റ് 3 വയറുകളും ഓക്കെ ആയി. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഓറഞ്ച് വയർ എക്കലും ബോട്ടത്തിലേക്ക്, അത് കഴിഞ്ഞിട്ട് ഓരോ ലെവൽ അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കാം.
ഓരോ ഇൻഡിക്കേഷനും വരുന്നത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. നിലവിൽ നമ്മളിത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിക്കാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. നമുക്ക് കൃത്യമായിട്ട് ഇനി അടുത്ത് PCBയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ 3 ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. സർക്യൂട്ട് കംപ്ലീറ്റ് ആയതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് പൊക്കി നോക്കി കഴിഞ്ഞാൽ ഓരോ ഇൻഡിക്കേഷനായിട്ട് കുറയുന്നത് കാണാം. വെള്ളത്തിൻ്റെ ലെവൽ താഴുന്നതിനനുസരിച്ച് വ്യത്യാസവും വരും. ഫില്ലാകുമ്പോൾ ടോട്ടൽ ഫില്ലായിട്ട് നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. വോയിസ് ഓവർ ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല, വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ള കാരണം ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്പീഡിൽ ബാക്കി ഡീറ്റെയിൽ ഒന്ന് കാണാം. നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. BC 547 ട്രാൻസിസ്റ്ററും 220 ഓമിൻ്റെ റെസിസ്റ്ററും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എമിറ്റർ സൈഡിൽ നമ്മൾ കൃത്യമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. ആ സെയിം ഡിസൈൻ തന്നെ നമ്മൾ ഇതിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലാണ് ഉള്ളത്. അപ്പോൾ ഇതിലും വൃത്തിയായിട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ 5 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു ബസറും കൂടി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ടാങ്ക് ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ബസർ അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും രീതിയിലാണ് നമ്മളിത് ചെയ്തു വെച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പുറകെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിലവിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ ഓൺ ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഈ വയറുകളുണ്ടല്ലോ, നമ്മൾ താഴത്തേക്ക് എടുത്തിട്ടുള്ള ആ വയറുകളിലെ എല്ലാം ഒന്ന് ലെവലിന് കട്ട് ചെയ്യണം. അതായത് റെഡ് വയർ ഏറ്റവും ബോട്ടത്തിൽ പോകുന്നതാണ്, അത് ആ ലെവലിൽ കട്ട് ചെയ്യണം. പിന്നെ ഓരോ ലെവൽ ഇൻഡിക്കേഷൻ മേളിലേക്ക് വരുന്നതോറും എത്രയൊക്കെയാണ് ആ ലെവൽ വരുന്നത് ആ ലെവലിൽ വെച്ച് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റെഡ് വയറിൻ്റെ കേസാണ്. റെഡ് വയർ നമുക്ക് എക്കയിലും ബോട്ടത്തിലേക്ക് പോകേണ്ടതാണ്. ടാങ്കിൻ്റെ എക്കയിലും അടിവശത്തേക്കാണ് ഈ റെഡ് വയർ പോകേണ്ടത്. ബാക്കി ഗ്രീനും ബ്ലൂവും ബ്രൗണും ഒക്കെ നമ്മൾ ഓരോ ലെവലിനനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെവലിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പ്രധാനമായിട്ടും റെഡ് വയറിൻ്റെ കേസ് അത് മാക്സിമം അടിയിലേക്ക് പോകാനുള്ള രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്കയിലും അടിവശത്ത് വേണം റെഡ് വയർ വരാൻ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓരോ ഇൻഡിക്കേഷൻ വരുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. കുറച്ച് വെള്ളം നിറഞ്ഞപ്പോൾ തന്നെ നമുക്ക് റെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീനായി. ഇനി ടോപ്പ് ഫില്ല് ആകുമ്പോൾ ആ ലെവലിൽ നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക്വേർഡ് പൊസിഷനിലൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതായത് ബാക്കിലേക്ക് വെള്ളം കുറയുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് തന്നെ എല്ലാം വർക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്റ്റിങ്ങും സക്സസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി പമ്പ് കൺട്രോളൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതേപോലെ നമ്മുടെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതുപോലെ തന്നെയാണ്. പിന്നെ നമ്മളിതൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിതിനകത്ത് വെച്ചിട്ടുള്ള ബസറിൻ്റെ കാര്യം അത് നമ്മൾ അടുത്ത ഇതിൽ കാണിക്കും. എന്ന് വെച്ചാൽ അതിൽ കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. കാരണം നമ്മൾ ടൊവോട്ടിൻ്റെ ഡീറ്റെയിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്തേ നമുക്ക് ഈ ബസർ വർക്കിങ്ങിൻ്റെ സംഭവത്തിലേക്ക് അത് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്രോജക്റ്റ് തന്നെയാണ് നമ്മൾ ഇത്തിരി കൂടി വിപുലീകരിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ തന്നെ ആ ബസർ വെച്ച് ആ ബോർഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയതാണ്. അപ്പോൾ ആദ്യമേ കാണിച്ച കാര്യങ്ങൾ വെച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാകാനാണ് ആദ്യമേ ആ രീതിയിൽ കാണിച്ചു തന്നത്. നമ്മൾ ബോർഡിലേക്ക് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ലപോലെ ചെയ്യാവുന്ന രീതിയിൽ മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.